ജിമ്മിൽ പോകാനുള്ള ഉത്തരവാദിത്തം കൂടി കൂടി ഇപ്പോൾ രാവെന്നോ പകലെന്നോ എന്നൊന്നും നമ്മുടെ മുന്നിലില്ല. എപ്പം നമുക്ക് സമയം കിട്ടുന്നത് അപ്പം തന്നെ നമ്മൾ ജിമ്മിൽ പോവുകയാണ്. ഞാൻ എന്ന് തൊട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇതുവരെ നിന്നിട്ടില്ല. ഞാൻ എന്നൊക്കെ ജിമ്മിൽ പോയിട്ടുണ്ടോ അന്നെല്ലാം ഈ മഴയെന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ അവിടെ എത്തിയിട്ടുള്ളൂ. എനിക്ക് പിന്നെ വണ്ണം കൂട്ടാനായതുകൊണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം കുറച്ച് ഇടവേള ഇട്ട് ചെയ്താൽ മതി. ഇത് പിന്നെ ഇവൾ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കി ആസ്വദിച്ച് നിൽക്കാനും അതും ഒരു രസമാണ്. പിന്നെ അവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ നേരത്താണ് എനിക്ക് വിശപ്പ് വന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വിശപ്പാണ്. വണ്ണം കൂട്ടാനായതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് ആവും. പിന്നെ അവിടെ നിന്ന് നൈസായിട്ട് ഞാൻ ഒരു കോൾഡ് കോഫിയും കുടിച്ച് പെട്ടെന്ന് വീടെത്താനുള്ള ലക്ഷ്യത്തിൽ നമ്മൾ പോയതാണ്. പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയോണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടിയുടെ എണ്ണ തീർന്ന്. പിന്നെ നിങ്ങൾക്ക് എന്നെ ഇരുട്ടത്ത് കാണുന്നില്ലല്ലോ, അതും കൂടി മാനിച്ച് നമ്മളാണെങ്കിൽ വണ്ടി ഉരുട്ടി പോകാമെന്ന് വെച്ച് ഏതാണ്ട് പമ്പ് എത്തുന്നതിന് 3-4 വളവ് മുന്നെയാണ് വണ്ടിയുടെ എണ്ണ തീർന്നത്. അവിടെ നിന്ന് ഉരുട്ടി പമ്പിലെത്തി. പമ്പ് എത്തിയിട്ട് എണ്ണ തീർന്നാൽ മതിയായിരുന്നു. പമ്പിലെത്തി പെട്ടെന്ന് തന്നെ എണ്ണയടിച്ച് പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടി കയറി ഇരുന്നതാണ്. വണ്ടി ഓണാക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം തന്നെ വണ്ടി ഓഫാവും. അങ്ങനെ ഏതാണ്ട് ഒരു അരമണിക്കൂർ അവിടെ തന്നെ നമ്മൾ കുത്തിയടിച്ച് നിന്ന്. പിന്നെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ വണ്ടിയിൽ ചെയ്ത് അവർ തന്നെ നമുക്ക് ശരിയാക്കി തന്ന് പിന്നെ നമ്മൾ ഒരു കണക്കിന് വീടെത്തി.